സൗണ്ട് ചെയ്തു. മിക്കവാറും ഇത് കണ്ടെത്തുന്ന അൾട്രാസൗണ്ട് ചെയ്യുന്ന സമയത്തായിരിക്കും. അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് പ്രത്യേകിച്ച് ലക്ഷണങ്ങളൊന്നും ഭൂരിഭാഗം പേർക്കും കാണിക്കാത്തതുകൊണ്ട് അതിനെക്കുറിച്ച് ആരും വല്ലാണ്ട് കൺസേൺഡ് ആവില്ല. സ്കാൻ ചെയ്ത് റിസൾട്ട് വന്നപ്പോൾ ഹെപ്പാറ്റിക് ഹെമാൻജിയോമ. നിങ്ങൾ ആശങ്കപ്പെടേണ്ടത് ആദ്യം തന്നെ പറയാം, അതിന് ആശങ്കപ്പെടേണ്ട ഒരു കാര്യമില്ല. വളരെ ബെനൈനായിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഹെമാൻജിയോമ എന്നുള്ളത്. എന്താണ് ഹെമാൻജിയോമ? ഹെമാൻജിയോമ എന്ന് പറഞ്ഞാൽ നമ്മുടെ രക്തക്കുഴലുകൾ അതിൻ്റെ ഹാനികരമല്ലാത്ത ഒരു വളർച്ചയാണ് ഹെമാൻജിയോമ എന്നുള്ളത്. ഒരു ചുവപ്പ് കളറിലോ അല്ലെ പേർപ്പിൾ കളറിലോ ഉള്ള ഒരു മുഴയായിട്ടാണ് ഇത് കാണാം. ചിലർക്ക് ഇതിനെ സ്ട്രോബെറി മാർക്ക് എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ഇനി ആർക്കാണ് ഹെമാൻജിയോമ വരുന്നത്? ഇത് ജനിച്ച പാടെ തന്നെ ചില കുട്ടികളിൽ കാണുന്നതാണ്. പിന്നെ കുറച്ച് വലുതാവും തോറും ഇതിങ്ങനെ സ്ട്രിങ്ക് ചെയ്ത് ചെറുതായി വരും. ചില മൂക്ക് ഇവിടെയൊക്കെ കാണാറുണ്ട് ചിലർക്ക് ഹെമാൻജിയോമ. പ്രസവിച്ച പാടെ വലുത് കാണും, പിന്നെ കുറച്ച് വലുതായി വരുമ്പോഴേക്കും അതിങ്ങനെ ചെറുതായി വരുന്നത് കാണാറില്ലേ. ഇത് ശരീരത്തിൻ്റെ ഏത് ഭാഗത്ത്